100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ ഏകദേശം 8000 റുപ്പീസിന് മുകളിൽ കിട്ടിയ, അതായത് $105 എനിക്ക് കിട്ടിയ ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. $105 ആയി കഴിഞ്ഞാൽ ബാങ്കിലേക്ക് $10 മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. $5 ആണ് നിങ്ങൾക്ക് പേപ്പാൽ. ഇപ്പോൾ ഞാൻ പേപ്പാലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പേപ്പാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. 100% ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അതും പേയ്മെൻറ്റ് പ്രൂഫ് ഉൾപ്പെടെ. അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ടൈംബുക്സ് പോലെയൊക്കെ തന്നെ യൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് ഒരുപാട് സർവേ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ ഓഫർ പ്രൊവൈഡേഴ്സും ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് ചെയ്യാം. നിങ്ങൾക്ക് ടൈംബുക്സ്, അതുപോലെ പകസാനെ, അതുപോലെ ന്യൂബുക്സ്, വൈസെൻസ്, ഈ 4 സൈറ്റിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും നേടാൻ സാധിക്കുന്നതാണ്. കാരണം ഇതെല്ലാം ജെന്യൂൻ ആണ്. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് തരുന്ന ജെന്യൂൻ സൈറ്റുകളാണ്. അതുപോലെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും സർവേ സൈറ്റ്, അതായത് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ എല്ലാ സർവേ സൈറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. നല്ല സൈറ്റ് തന്നെയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ ഓഫേഴ്സ് നിങ്ങൾക്ക് ടോഡോക്സിൻ്റെയും അതുപോലെ ഒരുപാട് ഓഫേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓഫറൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സർവേക്ക് അത്യാവശ്യം നല്ല റേറ്റുള്ള സർവീസാണ് ഇതിനകത്ത് വരുന്നത്. ടൈം ബെസ്റ്റിനേക്കാളും കൂടുതൽ റേറ്റുള്ള സർവീസ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്.